നമ്മള് നേലു വന്നിക്കണെന്ന് പറഞ്ഞപ്പോ ഓളിന്ന് കാണാൻ വന്നതാ. എന്റെ കളിക്കൂട്ടുകാരിയല്ലേ ഓള്. ഓളുടെ അടുത്ത് വരണം ചെലപ്പോ ഞമ്മളുണ്ടാവോന്ന് അറിയില്ല. ഞമ്മള് വിചാരിച്ചേക്കണത് ഞമ്മളെ കൊണ്ടൊന്നും ഈ ലോകത്തിന് യാതൊരു ഗുണവും ഇല്ലാന്നാ. പക്ഷേങ്കില് എന്റെ കണ്ണും കരലോണ്ട് ഇത്രയും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കില് ഇക്കുമ്മടെ പാറുട്ടി പറഞ്ഞ പത്രത്തിൽ ഒപ്പിടാനൊരു പൂതി. അതിന് ഞമ്മക്കൊക്കെ പറ്റുമോ നീലുന്റെ അച്ഛാ? എന്താ പറ്റാണ്ട് ഖദീജ? ജാതിയും മതവും മുഹൂർത്തം നോക്കാതെ മനുഷ്യർ സ്വീകരിക്കുന്നതേ ഒന്നേ ഉള്ളൂ, അതാണ് മനുഷ്യാവയവങ്ങൾ. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് നടക്കുന്നവരെ തിരുവനന്തപുരം RCCയുടെ വരാന്തയിലൂടെ ഒന്ന് നടത്തിയാൽ മതി. അന്ന് തീരും അവരുടെ ജാതിമത നിലപാടുകൾ. ശ്രീദേവിയോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയൂ. ശ്രീദേവി, മോളെ മോളെ, എനിക്കറിയില്ല എന്ത് പറഞ്ഞ ഞാൻ ആശ്വസിപ്പിക്കാന്ന്. ഇന്ന് എന്റെ കൂടെ സ്കൂളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ. ഞാനാ എന്റെ മോളെ സ്കൂൾ ബസ്സിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് അവളെ ഞാൻ എന്റെ മോളെ ഞാൻ തള്ളി വിട്ടത്. അവളുടെ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ട അച്ഛനായി പോയി ഒപ്പോളെ ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല. ഞാനൊന്ന് താലോലിച്ചിട്ടില്ല. എൻ്റെ കുട്ടിയെ എനിക്ക് കിട്ടിയ ശിക്ഷ അതിക്രൂരമായി പോയല്ലോ എൻ്റെ ഒപ്പോളെ. ഈ സമയത്ത് ശ്രീദേവിക്ക് ധൈര്യം കൊടുക്കേണ്ടവനാ നീ. ഇങ്ങനെ തളർന്നു പോകരുത് അച്ചു. നീ എങ്ങനെയൊക്കെയാണെങ്കിലും അവൾക്ക് നിന്നെ ജീവനായിരുന്നു. ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുതാത്ത ഒരാളുണ്ട്, നമ്മുടെ അച്ഛൻ. ഈ പ്രായത്തിൽ ഇതുപോലൊരാഘാതം എനിക്കറിയില്ല നമ്മുടെ അച്ഛൻ അതെങ്ങനെ നേരിടുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളില്ല, പക്ഷെ ഈ മുറിവ് അതെങ്ങനെ മാഞ്ഞു പോകുന്നു പറയാൻ എനിക്കറിയില്ല. ഇനി നീ വേണം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. നിനക്ക് അതിന് കഴിയും. മറക്കണം നിന്റെ പൂർവ്വകാല ജീവിതം. വീണു പോവാതെ അച്ഛനെയും തളർന്നു പോവാതെ ശ്രീദേവി താങ്ങി നിർത്താൻ നിന്നെ കൊണ്ട് കഴിയണം അച്ചു. അച്ഛ, സ്കൂൾ കലോത്സവമാണ് അടുത്ത ആഴ്ച. അവളും പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം. അതിന് തൃശ്ശൂര് പോണെന്നാണ് അവള് പറയണത്. പ്രായത്തിലൊക്കെ ആണെങ്കിലും കുറുമ്പും പിടിവാശിയും ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനുണ്ടെങ്കിലേ പോവുള്ളൂ അത്രേ. പക്ഷെ അവള് പോയി എന്നെ കൂട്ടാതെ. എങ്ങോട്ട് പോകുമ്പോഴും ഞാൻ വേണം അവൾക്ക്. ഇപ്പോ പോയില്ല അവളെന്നെ. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നാണ് പഴഞ്ചൊല്ല്. എങ്കിലും
ചന്ദ്രോത്ത് തറവാടിനെ ബസ്സപടത്തിന്റെ രൂപത്തിൽ ബാധിച്ച ആ വലിയ മുറിവ് ഇന്ന് വരെയും ഉണങ്ങിയിട്ടില്ല. ഗോവിന്ദമേനോൻ ആ സംഭവത്തിന് ശേഷം പുറത്തേക്കൊന്നും പോകാറില്ല. ആരുമായും സംസാരവുമില്ല. മിക്ക സമയത്തും പൂമുഖത്ത് ചാരുകസേരയിൽ തന്നെയാണ്. ശ്രീദേവിയുടെ അവസ്ഥ അതിലും ദയനീയമാണ്. മാനസികമായി ആകെ തളർന്ന അവർ സ്കൂളിൽ നിന്നും ലീവെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അച്ചുവാണ്. അച്ഛാ, ഒരു നന്ദി വാക്കുകൊണ്ടൊന്നും തീർത്താ തീരാത്ത കടപ്പാടാ എനിക്ക് ഈ കുടുംബത്തോടും പിന്നെ നിങ്ങളുടെ പാറക്കുട്ടിയോടും. വരാൻ തോന്നിയില്ലോ, വന്നൊന്ന് കാണാൻ തോന്നിയില്ലോ. വരും, വരാതിരിക്കാൻ കഴിയില്ല എൻ്റെ പറൂന്. മോളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അമ്മേ, എന്താ മോളുടെ പേര്? അഫ്രീൻ. അഫ്രീൻ ആയിഷ, അമ്മയുടെ പാറക്കുട്ടി.